വെൽക്കം ബാക്ക് ടു ടർബോകാസ്റ്റ്. സോ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ മൈൽ സ്റ്റോൺ വണ്ടിയായ സ്വിഫ്റ്റിനെയാണ്. ലാണ് സ്വിഫ്റ്റ് ആദ്യമായി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വലിയൊരു വിജയമാകാൻ ഈ സ്വിഫ്റ്റിന് കഴിഞ്ഞു. സ്വിഫ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്ട് ആൻഡ് സ്ലീക്ക് ഡിസൈൻ, നല്ല റോഡ് ഗ്രിപ്പ്, മൈലേജ് ആൻഡ് സേഫ്റ്റി, ഇതൊക്കെ കൊണ്ട് തന്നെ സ്വിഫ്റ്റ് വലിയൊരു വിജയമാകാൻ അന്ന് സാധിച്ചു. സോ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2020 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സ്വിഫ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഈ 2020 മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. പണ്ടത്തേക്ക് ഒരു സ്വിഫ്റ്റിൻ്റെ ഈ ഒരു ലോഗോ ഉൾപ്പെടെയുള്ള ഒരു എക്സോസ്റ്റ് ഭാഗം കുറച്ചും കൂടി മോഡൽ ഭാഗത്തായിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇതിപ്പോൾ പുതിയ മോഡൽസിനൊക്കെ താത്തി കൊണ്ടുവരികയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ലൈറ്റാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇതിന് ഫോഗ് ലാമ്പ് ഇല്ല, അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വീലാർച്ച് അത്യാവശ്യം ഇപ്പോൾ കുറച്ചുകൊണ്ട് വരികയാണ്. പണ്ടത്തേക്ക് സ്വിഫ്റ്റിൻ്റെ വീലാർച്ച് ഇച്ചിരി കൂടി സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ഒരു പുതിയ മോഡൽ സ്വിഫ്റ്റിനൊക്കെ വീലാർച്ച് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് കയറാനുള്ള ഡോറ് കാണാം. അപ്പോൾ ഈ ഒരു ഡോറ് നല്ലൊരു പ്രീമിയം, ഈ ഒരു ഡോറിൻ്റെ ഡിസൈൻ തന്നെ നല്ലൊരു പ്രീമിയം ലുക്കാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാർ മാനുവലി ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അത്രയും ഹൈറ്റില്ല, എന്നെക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് വരാൻ നേരത്തെ ഇവിടെ ഒരു ബൾജിങ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്കിലേക്ക് കയറാനുള്ള ഡോറിൻ്റെ ഹാൻഡിൽ എവിടെ നോക്കും, പക്ഷേ ഹാൻഡിൽ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ടൈപ്പ്. ഇപ്പോൾ മിക്ക സ്വിഫ്റ്റുകൾക്കും ഈ ഒരു ഹാൻഡിൽ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോർസും എക്സോസ്റ്റും എല്ലാം ഇതിനൊരു പ്രീമിയം ഫീൽ നൽകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ അവിടെ കണ്ട പോലെ ഇവിടെ മാനുവലി ഓപ്പൺ ചെയ്യാവുന്നതില്ല. പണ്ടത്തെ സ്വിഫ്റ്റിനൊക്കെ രണ്ട് സൈഡിൽ മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെയാണ് ആ സൈഡിലെ ഡോറും ഇതിൻ്റെ ഹാൻഡിൽ ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്കും അത്യാവശ്യം വലുതാണ്. പണ്ടത്തെ സ്വിഫ്റ്റൊക്കെ ഇച്ചിരി ചെറുതായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പെട്രോൾ ടാങ്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാം വരുന്നത്. പണ്ടത്തെ സ്വിഫ്റ്റിൽ നിന്ന് അപേക്ഷിച്ചും തികച്ചും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിഫ്റ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും, സ്വിഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാഡ്ജിങ്. അതുകൂടാതെ തന്നെ മാരുതി സുസുക്കിയുടെ ഒരു അത്യാവശ്യം വലിയൊരു ലോഗോയും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു സവിശേഷതകളൊക്കെ സ്വിഫ്റ്റിനൊരു നല്ല പ്രീമിയം ലുക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ ഡിക്കി തുറക്കാൻ വേണ്ടി വരാൻ നേരത്തെ ഇവിടെ ഒരു മെറ്റാലിക് ഫ്രെയിം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബട്ടൺ ഉണ്ട്, അത് വിളിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിക്കി ഓപ്പൺ ആയി വരും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 ബാഗൊക്കെ അടുപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിക്കീൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം പൊക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റെപ്പിനി കാണാൻ പറ്റും. ഒരു സ്റ്റെപ്പിനി ടയറാണിത്. അപ്പോൾ നമ്മളിത് അടയ്ക്കുക. അപ്പോൾ ഇത് സ്റ്റെപ്പിനി ടയർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജാക്കി വേണ്ടേ, ആ ജാക്കി വെക്കാനുള്ള ഹിഡൻ പ്ലേസാണ്. ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും, എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം. ഇവിടെ ഒരു ഭാഗമുണ്ട്, ആ ഭാഗം നമുക്ക് ഇതുപോലെ പുള്ളി ഇതെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ജാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ കഴിയും. എന്നിട്ട് ജാക്കി യൂസ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാനും പറ്റും. അത് സേഫായിട്ടിരുന്നോളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ നേരത്ത് ഇവിടെ ഒരു ഹാങ്ങറുണ്ട്. ആ ഹാങ്ങറിൽ നമുക്ക് മാക്സിമം 3 കിലോ വരെ ഉള്ള ഒരു സാധനം തൂക്കിയിടാനൊക്കെ കഴിയും. അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കൂട്ടാനുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവറുണ്ട്. ആ ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് മടക്കാൻ കഴിയും. മടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കിട്ടും. ബാക്കിൽ ആരും ഇരിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടാനും പറ്റും. അപ്പോൾ അത് മടക്കിയിട്ട് പൊക്കണമെങ്കിൽ ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിച്ചിട്ട് ഒരു പുള്ളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ബോണറ്റ് അതിൻ്റെ അകത്ത് വന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് തുറക്കാൻ പറ്റില്ലെന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കൈ കയറ്റിയിട്ട് ഒരു ബട്ടൺ താത്തുക.
ഈ ഒരു ബട്ടണാണ് നമ്മൾ താത്തേണ്ടത്. അപ്പോൾ ബോണറ്റ് ഓപ്പൺ ആയി. അപ്പോൾ ഈ ഒരു ബോണറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് ഈ ഒരു ഭാഗത്താണ് വെക്കേണ്ടത്. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എൻജിൻ ഈ ഒരു ബോണറ്റ് ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് അകത്ത് ലിവറൊന്നും വലിക്കേണ്ടത് ക്ലോസ് ആക്കാൻ. താഴത്തെ കൊണ്ടൊരു ഒറ്റ മാത്രം കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്കിനി ഇന്ത്യയിലെ പോർഷനിൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റിൻ്റെ ഒരു ഇന്ത്യയിലെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പണ്ടത്തെ സ്വിഫ്റ്റിൽ നിന്നൊക്കെ ഒരു തികച്ചും വ്യത്യസ്തമായി ഒരു റൗണ്ട് ഷേപ്പിലല്ല ഈ ഒരു സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഇവിടേക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കഴിഞ്ഞ ബസ്സിൽ കണ്ട പോലെ ഇവിടെ ഒരു കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മെറ്റാലിക് ഫ്രെയിമിൽ നമുക്ക് മാരുതി സുസുക്കിയുടെ ഒരു ലോഗോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല സൗണ്ടുള്ളൊരു ഹോണാണ്. അപ്പോൾ ഇവിടെ ഒരു മെറ്റാലിക് ഫ്രെയിമിൽ ഒരു റൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ നടുക്കാണ് ഈ ഒരു മെറ്റൽ ഫ്രെയിമിൽ മാരുതി സുസുക്കിയുടെ ഒരു ലോഗോ വരുന്നത്. അപ്പോൾ നമ്മൾ സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ബ്രസയിൽ നമുക്ക് സീറ്റ് പൊക്കാനും സീറ്റ് താത്താനുള്ള ഒരു ലിവറാണിത്. അപ്പോൾ സീറ്റ് മാക്സിമം പൊങ്ങിയിരിക്കുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് അനുസരിച്ച് ഇത് പൊക്കാനും താത്താനൊക്കെ കഴിയും. അതുകൂടാതെ തന്നെ നമുക്ക് സീറ്റ് ബാക്കിലേക്ക് പുൾ ചെയ്യാനുള്ളൊരു സിസ്റ്റം അതിപ്പോൾ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയർ സിസ്റ്റമൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിന് ക്ലച്ച് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നമുക്കിത് റിവേഴ്സ് ഗിയർ ഇടണമെങ്കിൽ ഇത് ന്യൂട്രലാണ് പോകേണ്ടി, ഇത് നേരെ ഫ്രണ്ടിലേക്കാണ് ആക്കേണ്ടത്. അതുകൂടെ നമുക്ക് ഡ്രൈവിംഗ് മോഡിൽ ഇടണമെങ്കിൽ നേരെ കൊണ്ടുപോകുക, ന്യൂട്രലാക്കുക, ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് മോഡിലായി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹാൻഡ് ബ്രേക്കും വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. പണ്ടത്തെ സ്വിഫ്റ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ AC കൺട്രോൾസ് നോക്കാൻ നേരത്ത് നമ്മുടെ പണ്ടത്തെ സ്വിഫ്റ്റിൽ പോലെ തന്നെയുള്ള AC കൺട്രോൾസാണ്. നമുക്കിത് മുഖത്തേക്ക് ഇടാം, കാലിലേക്ക് ഇടാം, അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഫാനിൻ്റെ സ്പീഡ് അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് തണുപ്പാണ് വേണ്ടത്, ചൂടാണ് വേണ്ടത്, അങ്ങനത്തെ സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പണ്ടത്തെ സ്വിഫ്റ്റിൻ്റെ ഒരു AC സിസ്റ്റമാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ബ്രസേനെ പോലെയല്ല ഇതിൻ്റെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പാട്ട് കേൾക്കാം, പക്ഷേ ഇത് നമുക്ക് ബ്ലൂടൂത്തും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വോളിയം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ബസ്സിൽ കണ്ട പോലെ വോളിയം ഈ ഒരു മോഡെന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് ക്രൂയിസ് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം സേഫ്റ്റി കുറവാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിങ്ങിൽ ക്രാഷ് ടെസ്റ്റിൽ 1 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു പുതിയ സ്വിഫ്റ്റിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹോണിൻ്റെ പോർഷനിൽ ഒരു SRSൻ്റെ എയർ ബാഗ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മുകളിലും ഒരു SRSൻ്റെ എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും അത്യാവശ്യം നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പ് ഹോൾഡറൊക്കെ പോലെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പുറത്തൊരു മഴ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വൈപ്പർ ഇടാം. ഇതിൻ്റെ വൈപ്പറിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വൈപ്പേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാധാരണ സ്പീഡിൽ തരണം. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അപ്പോൾ ഒന്നും കൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം, പിന്നെ നമുക്ക് നന്നായിട്ട് കൂട്ടാം, പെട്ടെന്ന് അടിക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ബസ് പോലെ തന്നെ ഇതിനെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ലിവർ വരുന്നുണ്ട്. അത് ഈ ലിവർ താഴെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ബസ് പോലെ തന്നെ താഴെയാണ് ഇതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് ഇത് പൊക്കവും താത്തുകയും ചെയ്യാം. അതിനിപ്പോൾ ഈ ഒരു ലിവറിലാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ കീ നോക്കാൻ നേരത്ത് പണ്ടത്തെ സ്വിഫ്റ്റിൻ്റെ പോലെയല്ല. പണ്ടത്തെ സ്വിഫ്റ്റിൻ്റെ കീ ഒരു റിമോട്ട് കീ ആയിരുന്നു. അതായത് താക്കോൽ വേറെയും ഇതുപോലെ തന്നെ ഇതിൻ്റെ റിമോട്ട് ഇതുപോലത്തെ ഒരു രീതിയിലുമായിരുന്നു, സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇത് വന്നിരുന്നത്. എന്നാൽ പുതിയ സ്വിഫ്റ്റിനൊക്കെ ഇപ്പോൾ താക്കോലിൻ്റെ ഒപ്പം, അതായത് ഈ ഒരു സ്പേസിൽ തന്നെ അതിൻ്റെ ബട്ടൺ അൺലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ കണ്ടത്. അപ്പോൾ ബാക്ക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസീൽ കണ്ട ഒരു ഹാങ്ങിങ് സിസ്റ്റമാണ് നമുക്കിവിടെ വരുന്നത്.
പക്ഷേ നമ്മൾ പിടിക്കാൻ നേരത്താണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ തന്നെ ഇത് ക്ലോസ് ആയി അതിൻ്റെ അത് മടങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊരു 5 സീറ്റർ വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 അഡൽസിന് അങ്ങ് ഇരിക്കാൻ സാധിക്കും. അവിടെ ഫ്രണ്ടിൽ 2 പേർക്കിരിക്കാം, ബാക്കിൽ 3 പേർക്കിരിക്കാം. അങ്ങനെ സുഖമായിട്ടൊരു ഫാമിലി കാറായിട്ട് നമുക്കിതിൽ പോകാൻ സാധിക്കും. സ്വിഫ്റ്റിൻ്റെ പഴയ വണ്ടികളുള്ള പോലെ തന്നെ ഇപ്പോൾ ഈ സീറ്റിൻ്റെ ബാക്കിൽ ഒരു സ്പേസ് വരുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളോ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. പക്ഷേ ഇത് ഈ ഒരു കോപ്പാസഞ്ചർ സീറ്റിൽ മാത്രമാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ ഈ ഒരു സംഭവം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു 2020 മോഡൽ പെട്രോൾ വേരിയൻറ്റ് സ്വിഫ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 2 എപ്പിസോഡ് നമ്മൾ മാരുതി സുസുക്കിയുടെ വണ്ടികൾ വെച്ചല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തതൊരു ലെജൻഡിനെ കൊണ്ടുവന്നാലോ. ആ ലെജൻഡിനെ കാണണമെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു വണ്ടികളുടെ റിവ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ വണ്ടികളിൽ ഞാൻ പറയാതെ പോയ ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു വാല്യുബിൾ കമൻറ്റ്സ് ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നു. അപ്പോൾ അടുത്തൊരു ലെജൻഡിനെ കാണുന്നവരേക്കും ബൈ.